Granites, MLA Road, Palluruthi. Contact 9446567002, 98460 94470 മട്ടാഞ്ചേരിയിൽ കാപ്പ പ്രകാരം 2 പേർ അറസ്റ്റ്. എറണാകുളം ജില്ലയിൽ മട്ടാഞ്ചേരി സ്വദേശിയും ഇപ്പോൾ എടവനക്കാട് നേതാജി റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയായ അംഷാദ് എന്നയാളെ കാപ്പ നിയമപ്രകാരം നടപടി എടുത്ത് നാടുകടത്തി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദർ ആണ് ഉത്തരവിറക്കിയത്. എറണാകുളം സിറ്റി ഡെപ്യൂട്ടി കമ്മീഷണറുടെ അധികാരപരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ 1 വർഷക്കാലത്തേക്ക് കടക്കുവാനോ മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുവാനോ പാടില്ല എന്നുള്ളതാണ് ഉത്തരവിൽ പറയുന്നത്. അംഷാദ് കൊച്ചി സിറ്റിയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ സ്ഥലങ്ങളിൽ മോഷണം, കവർച്ച, മുതലുകൾ നശിപ്പിക്കൽ തുടങ്ങിയ നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായിട്ടുള്ളയാളാണെന്ന് പോലീസ് പറഞ്ഞു. പലതവണ ജയിലിൽ കിടന്നിട്ടുള്ള ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നു. മട്ടാഞ്ചേരിയിലെയും മറ്റു പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം വരുത്തി സ്ഥിരമായി കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്ന അംഷാദിനെതിരെ എറണാകുളം സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ കെ സുദർശന്റെ മേൽനോട്ടത്തിൽ മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ കെ ആർ മനോജിന്റെ നിർദ്ദേശാനുസരണം മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എ വി ബിജു കാപ്പ നടപടികൾ സ്വീകരിക്കുന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കി അയച്ചതിനെ തുടർന്ന് കാപ്പ ഉത്തരവിടുകയായിരുന്നു. ഇയാൾ ഇനി അടുത്ത 1 വർഷക്കാലത്തേക്ക് കൊച്ചി സിറ്റി പോലീസിന്റെ പരിധിയിൽ കടക്കുകയോ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്താൽ 3 വർഷം വരെ തടവ് ലഭിക്കാവുന്നതാണ്. എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിച്ചു വരുന്നത് നിരവധി ക്രിമിനൽ കേസുകൾ പ്രതിയുമായ മട്ടാഞ്ചേരി പുതിയ റോഡ് സ്വദേശി 30 വയസ്സുള്ള ഷാജഹാൻ കെ എന്ന മറ്റൊരാളെയും കാപ്പ ചുമത്തി നാടുകടത്തി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ എസ് ശ്യാംസുന്ദറാണ് ഉത്തരവിറക്കിയത്. മട്ടാഞ്ചേരി സ്വദേശിയായ ഷാജഹാൻ കൊച്ചി സിറ്റിയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ പരിധികളിലെ സ്ഥലങ്ങളിൽ ഭീഷണിപ്പെടുത്തി പണാപഹരണം, ദേഹോപദ്രവം, മുതലുകൾ നശിപ്പിക്കൽ, വധശ്രമം തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ പ്രതിയായിട്ടുള്ള ആളാണെന്ന് പോലീസ് പറഞ്ഞു. പലതവണ ജയിലിൽ കിടന്നിട്ടുള്ള ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടു വരികയായിരുന്നെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.